ബിജെപിയുടെ ലക്ഷ്യം ഇനി പശ്ചിമബംഗാൾ പിടിക്കലാണ്. കൊൽക്കത്തയിലെ വാർത്താ സമ്മേളനത്തിൽ അമിത്ഷായുടെ വാക്കുകളിൽ നിന്ന് അക്കാര്യം പൂരിപ്പിച്ചെടുക്കും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ അദ്ദേഹം ഇന്ന് എണ്ണി വിമർശിച്ചു. മമതാ സർക്കാർ ബംഗാളിനെ നുഴഞ്ഞുകയറ്റക്കാരുടെ താവളമാക്കി മാറ്റി. 14 വർഷമായി ഭയവും അഴിമതിയുമാണ് പശ്ചിമബംഗാളിന്റെ അടയാളമെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തിന് മമതാ സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി. ഇതൊരു സംസ്ഥാനത്തിന്റെ പ്രശ്നം മാത്രമല്ല, ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണെന്നും ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞു. രാജ്യത്തിന്റെ സംസ്കാരവും സുരക്ഷയും സംരക്ഷിക്കുന്നതിന് അതിർത്തി വേലി കിട്ടുന്നതിന് തൃണമൂൽ കോൺഗ്രസ് സർക്കാർ കേന്ദ്രവുമായി സഹകരിക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 14 വർഷമായി ഭയവും അഴിമതിയുമാണ് പശ്ചിമബംഗാളിന്റെ അടയാളമായി മാറിയിരിക്കുന്നത്. ത്രിപുര, അസം, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ നുഴഞ്ഞുകയറ്റം നിലച്ചു. എന്നാൽ ബംഗാളിൽ മാത്രം ഇത് തുടരുന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ജനസംഖ്യാപരമായ മാറ്റത്തിനാണ് മുഖ്യമന്ത്രി ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. ബിജെപി അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞുകയറ്റം തടയാൻ ദേശീയ ഗ്രിഡ് നിർമ്മിക്കുമെന്നും ഒരു പക്ഷി പോലും അതിർത്തി കടക്കാത്ത വിധം സുരക്ഷ ഉറപ്പാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റം തടയുന്നതും അഴിമതി അവസാനിപ്പിക്കുന്നതുമായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.